ഇനി അടുത്ത ഗാനം ഒരു പ്രാർത്ഥനാ ഗാനമാണ്. കരുണ മാത്രം തരണമേ ദൈവമേ. അതിൻ്റെ ഒരു പ്രത്യേകത, ദൈവത്തിൽ വിശ്വസിക്കുന്ന ആർക്ക് വേണമെങ്കിലും പാടാവുന്ന ഒരു ഗാനമാണ്. ക്രൈസ്തവനായാലും ഹൈന്ദവനായാലും ഇസ്ലാമായാലും മറ്റു മതസ്ഥരായാലും ഈ പാട്ട് ആർക്കും പാടി പ്രാർത്ഥിക്കാൻ പറ്റുന്നൊരു പാട്ടാണ്. കാരണം ഇത് കരുണ യാചിക്കുന്ന പാട്ടാണ്, ദൈവത്തെ അഭയമായി കാണുന്ന പാട്ടാണ്, ദൈവത്തെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്ന പാട്ടാണ്. പിന്നെ 2 കാര്യങ്ങൾ അതിൽ പറയുന്നത് പ്രത്യേകമായിട്ടും: ഉദയമായാൽ സ്നേഹമായി, സന്ധ്യയായാൽ ശാന്തിയായി, മിഴി അടച്ചാലും മിഴി തുറന്നാലും അങ്ങയിൽ താതാത്മ്യമായി, ആദിയും നീയേ അന്ത്യവും നീയേ ചിരമോക്ഷവും നീയേ. ഇനി അടുത്ത അതിൻ്റെ ഒരു ചിന്താഗതി എന്നു വെച്ചാൽ, സഹനമേറും യാത്രയിൽ വ്യസനമേറും രാത്രിയിൽ അരികയാരാണോ വരികയെന്നാണോ ഒറ്റപ്പെട്ടു പോകുന്ന അവസരങ്ങളിൽ അങ്ങയിൽ ഏകാഗ്രമായി, ആദിയും നീയേ അന്ത്യവും നീയേ ചിരമോക്ഷവും നീയേ കരുണ മാത്രം തരണമേ. അപ്പോൾ ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പ്രാർത്ഥനാ ഗാനമാണ്. അതെനിക്കോട് പ്രാർത്ഥിക്കാൻ ആര് പറഞ്ഞാലും ഞാനിപ്പോൾ ഈ 4 വരിയാണ് പാടുന്നത്, പ്രത്യേകിച്ചും എല്ലാ ആളുകളും ഉള്ള സമയത്ത്. വെൽ സെഡ് ഫാദർ. കരുണ മാത്രം തരണമേ. അതും പറഞ്ഞ യൂണിവേഴ്സലി ആപ്ലിക്കബിൾ ജനറൽ സോങ് ഇൻവൈറ്റിംഗ് ദ ലോർഡ് ടു കം ഇൻ ടു അവർ ലൈഫ്സ്. അപ്പോൾ കരുണ എന്നുള്ള വാക്കാണ് എന്നെ ഈ പാട്ടിലേക്ക് നയിച്ചിരിക്കുന്നത്. കരുണ മാത്രം തരണമേ സരിഗമപ. അപ്പോൾ നമ്മുടെ 8 നിറങ്ങളിലൊന്നാണിത്. ഇത് സിറിയക്കിൽ നിന്നാണല്ലോ ക്രിസ്ത്യൻ മ്യൂസിക് തുടങ്ങിയത്. ദ ജൂയിഷ് കമ്മ്യൂണിറ്റി ഹാഡ് ദെയർ അറബിക് മ്യൂസിക് ഇൻ ദ പാലസ്തീനിയൻ റീജിയൻ. അത് സിനഗോഗിൽ കയറി അതിൽ നിന്ന് അപ്പോസ്തലന്മാർ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് അതേ ശൈലിയിലാണ് ആദ്യത്തെ ക്രിസ്ത്യാനികൾ കൂടുമ്പോൾ പാട്ട് പാടിയിരുന്നത്. അതേ രാഗങ്ങളും അതേ നിറങ്ങളും ഒക്കെയാണ്. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് റോമിൽ ചെന്നപ്പോഴാണ് ഗ്രെഗോറിയൻ ചാൻറ്റും അതിന് 8 അങ്ങനെ തന്നെ പിടിച്ചെടുത്തു. അവിടെയും അവർ പറയുന്ന തോണി എന്നാണ് പറയുന്നത്, TONI, തോണി, അല്ലെങ്കിൽ എക്കോയ് എന്ന് ഇവർ നമ്മുടെ ഗ്രീക്കുകാർ പറയും. അപ്പോൾ ഈ 8 നിറങ്ങൾ എന്നുള്ളൊരു ഫണ്ടമെൻ്റൽ സിറ്റുവേഷൻ. അതിൽ ഒന്നാമത്തെ നിറമാണ് നമ്മളിപ്പോൾ ഇന്ത്യയിൽ പറയുന്ന ഖരഹരപ്രിയ. അപ്പോൾ ഈ ട്യൂണിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ബേസിക്കലി ഇത് ഖരഹരപ്രിയ, എന്താ അതിനെ പറയുക, മേളകർത്ത രാഗമാണെന്ന് ഞാൻ ക്ലിഷ്ടമായിട്ട് പറയുന്നത്. രാഗം എന്ന് പറയുമ്പോൾ ചില സമയത്ത് നമുക്ക് ഇന്ന സ്വരത്തിൽ പോയി നിൽക്കണം, ഇന്ന സ്വരം വർജിക്കണമൊക്കെ നിയമങ്ങളൊക്കെ ഉണ്ട്. ഇതാകുമ്പോൾ ഒരു ജനറിക് അപ്രോച്ചാണ്. അപ്പോൾ ആ സ്കെയിൽ ഉപയോഗിക്കുന്നു, ആ സ്റ്റെപ്സ് മാത്രം ഉപയോഗിച്ച് ഈ പാട്ടുണ്ടാക്കിയിരിക്കും. എനിക്ക് വളരെ സന്തോഷം തന്നൊരു പാട്ടാണ്. ഐ വാസ് ക്രിട്ടിക്കലി ലിസണിങ് ടു ഇറ്റ്. എന്നിട്ട് അതിൻ്റെ അകത്തൊരു പഴുത്, അയ്യോ അത് തെറ്റായിപ്പോയല്ലോ, അത് ശരിയായില്ലല്ലോ, അത് മറിച്ച് ഇങ്ങനെയാക്കണമായിരുന്നു എന്നുള്ള ചിന്തകളൊന്നും വന്നില്ല. സോ ഇറ്റ് ഈസ് എ വെരി സ്മൂത്ത് മൂവിങ്, ഫ്ലോയിങ്, സ്പിരിച്വലി എന്താ പറയുക, ആഴത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു മെലഡി, അനനുയോജ്യമായ അക്കമ്പനിമെൻറ്റ്. ദിസ് ഇസ് ഇറ്റ്. എനിക്കും അതുപോലെ തന്നെയാണിത്. ചുരുക്കി പറഞ്ഞാൽ ഈ പാട്ടിൻ്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് ഈ പാട്ട് എഴുതി ഇപ്പോൾ കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു വാക്ക് പോലും മാറ്റിവെക്കണമെന്നോ തെറ്റിപ്പോയെന്നോ തോന്നുന്നില്ല. ഒരു പെർഫെക്റ്റ് സോങ് ആയിട്ട് എനിക്ക് എൻ്റെ കാഴ്ചപ്പാടിൽ തോന്നുന്നത്. പിന്നെ അതിൻ്റെ ഫീല് മൊത്തം കരുണയാണ്, സങ്കടമുണ്ട്, ഭക്തിയുണ്ട്, അല്ലേ? ദുഃഖവും ഭക്തിയും കലർന്ന ഒരു യാചനയാണ്. താങ്ക് യു സാറേ, ഇത് ചെയ്തതിന് നന്ദി. താങ്ക് യു സാർ. കരുണ മാത്രം തരണമേ മഹിത ദൈവമേ, മനസ്സു തേടും അഭയമായി നീ വരിക ദൈവമേ. കരുണ മാത്രം തരണമേ
കരുണ മാത്രം തരണമേ മഹിത ദൈവമേ എന്ന ഈ ഗാനം നേരത്തെ നമ്മൾ കേട്ടു. അത് നിങ്ങൾ ആസ്വദിച്ചു, ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളും ആ ഗാനത്തോട് ചേർന്ന് പ്രാർത്ഥിച്ചു എന്ന് വിചാരിക്കുന്നു. സന്തോഷം. ഇനി അടുത്തത് ഈ സന്ധ്യ മയങ്ങും നേരം എന്ന ഗാനമാണ്. സാധ്യമോ സഞ്ചാരം, ഉള്ളതിൽ ഓഹരി ഉണ്ണാം, ഉള്ളയിടത്തിൽ ഉറങ്ങാം എന്ന് പറയുന്ന ഗാനമാണ്. അപ്പോൾ ഈ ഗാനത്തിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് വെച്ചാൽ, ക്രിസ്തു ഉയർത്തതിന് ശേഷം കാണാതിരുന്ന 2 പേര് എമ്മാവൂസിലേക്ക് നടന്നു പോകുന്നു, മനസ്സ് വിഷമിച്ച് വിഷാദമുഖരായിട്ട്. അവരുടെ കൂടെ യേശു ചേരുകയും എമ്മാവൂസിലെത്തിയപ്പോൾ മുന്നോട്ട് പോകാൻ പോയ യേശുവിനെ അവർ പറഞ്ഞു നിർത്തുകയാണ്. ഈ സന്ധ്യ മയങ്ങുന്ന നേരം, സാധ്യമോ സഞ്ചാരം, ഉള്ളതിൽ ഓഹരി ഉണ്ണാം, ഉള്ളയിടത്തിൽ ഉറങ്ങാം ഗുരോ എന്ന് പറഞ്ഞ് ഈ സ്നേഹിതനെ, അപരിചിതനെ അവർ അകത്തേക്ക് വിളിച്ച് കയറ്റുകയാണ്. അത് തുടർന്ന് അപരിചിതൻ അന്നം മുറിച്ചു പകർന്നു, അകമിഴികൾ തുറന്നു അവരുടെ. അപരിചിതൻ മിശിഹായായി അപ്പത്തിലുടനെ താഴ്ന്നു, നിലവിൽ അർപ്പണവേദി ഉയർന്നു. അപ്പോൾ അതിൻ്റെ ഒരു യൂക്കറിസ്റ്റിക് കോൺസെപ്റ്റാണത്. വിശുദ്ധ കുർബാന ആരംഭിച്ചത് കർത്താവ് 5 അപ്പം കൊണ്ട് 5000 പേരെ തീറ്റി തൃപ്തരാക്കിയതിന് ശേഷം അവിടുന്ന് പറഞ്ഞു, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു, നിങ്ങൾ എന്നെ ഭക്ഷിച്ചാൽ നിത്യം ജീവിക്കും. അതിനുശേഷമാണ് അവിടെ നിന്ന് ഒടുക്കത്തെ അത്താഴവേളയിൽ, അവസാന അത്താഴവേളയിൽ അപ്പവും വീഞ്ഞും എടുത്ത് തൻ്റെ ശരീരവും രക്തവുമായി നൽകുന്നത്. അതാണ് സ്ഥാപന വചനങ്ങൾ. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ ജെറിയമൽ ദേവ് സാറുമായിട്ട് പറയുമായിരുന്നത് കുറച്ച് മുമ്പേ, ഈ സ്ഥാപന വചനങ്ങളുടെ ഒരു പൂർത്തീകരണമാണ് ഈ എമ്മാവൂസിലെ സംഭവം. അവിടെയാണ് യേശു അപ്പത്തിലേക്ക് അപ്രത്യക്ഷനാകുന്നത്. അത് താഴ്ന്നെന്ന് പറയുമ്പോൾ ഒത്തിരി താഴ്ന്നു, ദൈവം സ്വർഗത്തിൽ നിന്നിറങ്ങി അപ്പത്തിലോട്ട് താഴ്ന്നു എന്ന് പറയുന്ന ആ ഒരു മൂമെൻറ്റ് നമ്മുടെ ക്രിസ്തീയ വിശ്വാസ ചരിത്രത്തിലെ ഒരു സിഗ്നിഫിക്കൻറ്റ് ഒരു വളരെ പ്രധാനപ്പെട്ടൊരു മൊമെൻ്റാണ് അത് എന്ന് ഞാൻ പറയുകയാണ്. പിന്നെ അവർ പകൽ നടന്ന സംഭവങ്ങൾ ഓർത്തു, അഴലിൻ വഴിയെ തുണച്ചതോർത്തു, ഉത്ഥിതനായി അപരനായി സഹചരനായതിന് ശേഷം വിടരുകയായ സുവിശേഷം തുടരെ. സുവിശേഷം വിടരുകയാണ് അവരുടെ ഹൃദയത്തിൽ. കാരണം അവരുടെ ഹൃദയം ജ്വലിച്ചു എന്ന് അവർ പറയുന്നുണ്ട് യേശു അവിടെ കൂടെ നടന്നപ്പോൾ. പിന്നെ അവരുടെ കൃപയാൽ അവരുടെ മനം ജ്വലിച്ചു, കരുണാസുതയെ നമിച്ചു. ഗുരു അരുളും പുതുവഴിയെ അതിരും തേടി നടന്നു, ഭൂവിൽ അറിവിൻ അഗ്നി പടർന്നു. ക്രിസ്തു അവരോട് പറഞ്ഞു, നിങ്ങൾ അതിരുകളോളം പോയി നിങ്ങൾ എന്നെ പറ്റി പറയുക, ദൈവസ്നേഹം അറിയിക്കുക. അവരതിരും തേടി നടന്നു എന്നാണ് പാട്ടിൻ്റെ അവസാനം. വലിയ പാട്ട്. ഇത് ഒത്തിരി നാൾ ചിന്തിച്ച് ചെയ്തൊരു പാട്ടാണ്. ഇതൊരു പള്ളിയിൽ പാടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പാടിയാലും കുഴപ്പമില്ല കുർബാനയ്ക്ക് കൊള്ളുമ്പോൾ. പക്ഷെ പെട്ടെന്ന് കേൾക്കുമ്പോൾ അത് മനസ്സിലാവില്ല, മുഴുവനും കേട്ടാലേ മനസ്സിലാകൂ. എങ്കിലും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഗാനമാണ്. അതിൻ്റെ സംഗീതം വളരെ മനോഹരമായിട്ട് ജെറിയമൽ ദേവ് സാർ ചെയ്തു. അതിൻ്റെ എല്ലാ ഭംഗിയും ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്തു. ഈ ഒരു പാട്ട് എഴുതാൻ പറ്റിയതൊരു ഭാഗ്യമായി ഞാൻ കരുതുകയാണ്. കാരണം ഈ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരെ പറ്റിയുള്ളൊരു പാട്ട് എഴുതണമെന്ന് ഞാൻ വർഷങ്ങളായിട്ട് ആലോചിക്കുന്നതാണ്. ഞങ്ങൾ രണ്ടും കൂടി അത് സാധിച്ചു. അതിലൊത്തിരി സന്തോഷമുണ്ട് സാർ. താങ്ക് യു. എനിക്ക് അച്ഛൻ്റെ ഈ തോട്ട് പ്രോസസ്സ്, പാട്ടിൽ കൂടിയുള്ള തോട്ട് പ്രോസസ്സ് ഞാൻ കേട്ടപ്പോൾ ഇറ്റ് ക്യാൻ ഹാപ്പൻ ഓൺലി ആഫ്റ്റർ ഹൈലി റിഫ്ലക്റ്റീവ് ആൻഡ് എ പ്രേയർഫുൾ ധ്യാനത്തിന് ശേഷമേ ഈ വക ചിന്തകൾ വരുള്ളൂ. അച്ഛൻ്റെ പ്രേയർ ജീവിതത്തിൻ്റെ ഒരു നല്ലൊരു റിഫ്ലക്ഷൻ ഞാനിതിൽ കാണുന്നു. ആൻഡ് ഓൾസോ യു ഹാവ് ജക്സ്റ്റപ്പോസ്ഡ് മെനി തിങ്സ്. സാധാരണ നമ്മൾ ചിന്തിക്കാത്ത പല കാര്യങ്ങളും അച്ഛൻ അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. താഴ്ന്നു, അപ്പത്തിൽ താണു എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ അത് യൂക്രിസ്റ്റിൻ്റെ ഉത്ഭവത്തിൻ്റെ വേറൊരു രൂപമാണ്. പിന്നെ അങ്ങനെ പല പ്രയോഗങ്ങൾ അച്ഛൻ കൊടുത്തിരിക്കുന്നു. അതിമനോഹരമായിരിക്കുന്നു. അത് ഈ ആധ്യാത്മികമായ ചിന്തകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ നിന്നൊക്കെ എത്രയോ വ്യത്യസ്തമായ നമ്മുടെ വിശ്വാസത്തിൻ്റെ കാമ്പിലേക്കാണ് അച്ഛൻ ചൂഴ്ന്നിറങ്ങിയിരിക്കുന്നത്. ഐ വാണ്ട് ഓൾ ദി ഓഡിയൻസ് ആസ് വെൽ ആസ് ദ സ്പെക്ടേറ്റേഴ്സ് ഓഫ് ദി ഷോ to grasp the depth of these things and bring these out in their own work. Let it be Christian devotional ആണെങ്കിലും അല്ലാതാണെങ്കിലും ഇങ്ങനെ ഡെപ്തിലേക്ക് ഇറങ്ങി ചെന്നിട്ട് അതിൽ നിന്ന് ഉൾക്കൊണ്ടിട്ട് എന്തെങ്കിലും പുറത്തേക്ക് കൊണ്ടുവരിക. പ്രത്യേകിച്ച് പാട്ട് എഴുതുന്നവരും കമ്പോസ് ചെയ്യുന്നവരോട് എനിക്കുള്ള സ്പെഷ്യൽ റിക്വസ്റ്റ്, വെറുതെ സിനിമാ പാട്ടിനെ ഇമിറ്റേറ്റ് ചെയ്യാതെ, ക്രിസ്ത്യൻ മ്യൂസിക് ഹാസ് ഗോട്ട് സോ മെനി ടൈപ്സ് ഓഫ് കോമ്പോസിഷൻസ്. ഫോർ എക്സാമ്പിൾ, കർത്താവെ കനിയണമെന്നുള്ള പാട്ട് പല്ലവി ചരണത്തിൽ ഒതുങ്ങില്ല അച്ഛൻ. അല്ലെങ്കിൽ ഏതാണ് നമ്മുടെ പരിശുദ്ധൻ 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 ഓൾസോ അങ്ങനെയുള്ള സ്ട്രക്ചറിൽ അല്ല ഇരിക്കുന്നത്.
എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഡെപ്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പ്രചോദനം നൽകിയത് ഈ ഡോറിയൻ മോഡ്, അല്ലെങ്കിൽ ഒന്നാമത്തെ നിറമായ സുറിയാനിയിലെ ഒന്നാമത്തെ നിറവും ഗ്രഗോറിയൻ ചാൻറ്റിലെ ഒന്നാമത്തെ മോഡ്, അതിൻ്റെ ഒരു കൗണ്ടർ പാർട്ട് നമ്മുടെ ഖരഹരപ്രിയ എന്ന രാഗം ഇന്ത്യയിലുണ്ട്. അതിലാണ് ഈ പാട്ട് ചെയ്തിരിക്കുന്നത്. സോ ഐ എം വെരി 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 ഹാപ്പി. ലെറ്റ് us go and listen. Let us sit and listen to it now. ഈ സന്ധ്യമയങ്ങും നേരം സാധ്യമോ സഞ്ചാരം, ഉള്ളതിലോഹരിയുണ്ണാം ഉള്ളയിടത്തിലുറങ്ങാം. ഈ സന്ധ്യമയങ്ങും നേരം സാധ്യമോ സഞ്ചാരം, ഉള്ളതിലോഹരിയുണ്ണാം ഉള്ളയിടത്തിലുറങ്ങാം. അന്നം മുറിച്ചു പകർന്നു അകമിഴികൾ തുറന്നു, അപരിചിതൻ മിശിഹായായി അപ്പത്തിലുടനെ താഴ്ന്നു. അന്നം മുറിച്ചു പകർന്നു അകമിഴികൾ തുറന്നു, അപരിചിതൻ മിശിഹായായി അപ്പത്തിലുടനെ താഴ്ന്നു. അപ്പത്തിലുടനെ താഴ്ന്നു നിനവിൽ അർപ്പണവേദിയുയർന്നു. ഈ സന്ധ്യമയങ്ങും നേരം സാധ്യമോ സഞ്ചാരം, ഉള്ളതിലോഹരിയുണ്ണാം ഉള്ളയിടത്തിലുറങ്ങാം. പകലിൻ ഗമനം സ്മരിച്ചു അഴലിൻ വഴിയെ തുണച്ചു. പകലിൻ ഗമനം സ്മരിച്ചു അഴലിൻ വഴിയെ തുണച്ചു. ബുദ്ധിതനായ പരനായി സഹചരനായതു ശേഷം, ബുദ്ധിതനായ പരനായി സഹചരനായതു ശേഷം, വിടരുകയായി സുവിശേഷം തുടരെ വിടരുകയായി സുവിശേഷം. ഈ സന്ധ്യമയങ്ങും നേരം സാധ്യമോ സഞ്ചാരം, ഉള്ളതിലോഹരിയുണ്ണാം ഉള്ളയിടത്തിലുറങ്ങാം. കൃപയാൽ മനം ജ്വലിച്ചു കരുണാസവിധേ നമിച്ചു. കൃപയാൽ മനം ജ്വലിച്ചു കരുണാസവിധേ നമിച്ചു. ഗുരുവരുളും പുതുവഴിയേ അതിരും തേടി നടന്നു. ഗുരുവരുളും പുതുവഴിയേ അതിരും തേടി നടന്നു. ഭൂവിൽ അറിവിന്നഗ്നി പടർന്നു, അറിവിന്നഗ്നി പടർന്നു.
ഈ സന്ധ്യമയങ്ങും നേരം സാധ്യമോ സഞ്ചാരം? ഉള്ളതിലോഹരിയുണ്ണാ, ഉള്ളയിടത്തിലുറങ്ങാ. ഗുഡ്നസ് ടി വിയുടെ പ്രേക്ഷകർക്ക്, ശ്രോതാക്കൾക്ക് ബഹുമാനപ്പെട്ട ജെറിയാമുൽ ദേവ് സാറുമായി ഞാനുമായി സംസാരിച്ചതും പാട്ടുകൾ ശ്രവിച്ചതുമെല്ലാം ആസ്വാദ്യകരമായിരുന്നു എന്ന് വിചാരിക്കുന്നു. വാസ്തവത്തിൽ ഈ പാട്ടുകൾ ചെയ്തപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത്, പണ്ട് ഒരുപാട് ട്യൂൺ ഇട്ട് പാട്ട് എഴുതിയിട്ടുണ്ട്. ഈവൻ ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാന്ന പാട്ട് പോലും ട്യൂൺ ഇട്ടാണ് എഴുതിയത്. ട്യൂൺ തന്നു, അതിനകത്ത് എഴുതി വെച്ചതാണ്. പക്ഷേ ഇതങ്ങനെയല്ല. അപ്പോൾ അതുപോലെ ചെയ്യണമെന്ന് ആഗ്രഹം എനിക്കിനിയുണ്ട്. വരികൾ എഴുതി കൊടുത്തിട്ട് മ്യൂസിക് ഡയറക്ടർ ട്യൂൺ ചെയ്യുന്നതാണ് യഥാർത്ഥത്തിലുള്ള കറക്റ്റായിട്ടുള്ള ഐഡിയലായിട്ടുള്ള കാര്യം. അപ്പോൾ അതിൽ സാധിച്ചു എന്നുള്ള സന്തോഷമുണ്ട് സാറേ. സാറ് ട്യൂൺ തന്നില്ല, എൻ്റെ വരികൾ സന്തോഷപൂർവ്വം സ്വീകരിച്ച് എഴുതി തന്നു. ഇതുവരെ നിങ്ങൾ എനിക്ക് നൽകിയ എല്ലാ പാട്ട് കേൾവിക്കാരും നൽകിയ പ്രചോദനത്തിനും നൽകിയ പ്രോത്സാഹനങ്ങൾക്കും നന്ദി പറയുന്നു. ഇനിയും കൂടുതൽ പാട്ടുകൾ ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വാസത്തിന് വേണ്ടി, അതുപോലെ തന്നെ പ്രാർത്ഥനയ്ക്ക് ഉപകരിക്കുന്ന രീതിയിൽ, വിശുദ്ധ കുർബാനയ്ക്ക് പോലും ഉപകരിക്കുന്ന രീതിയിൽ ചെയ്യാൻ താല്പര്യമുണ്ട്. അതിന് ദൈവകൃപ യാചിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവണമെന്ന് അപേക്ഷിക്കുന്നു. നന്ദി. ഫാദർ തദേവുസ് അരവിന്ദത്തിനോടുകൂടി എനിക്ക് സഹകരിക്കാൻ, ക്രിസ്ത്യൻ ഡിവോഷണൽ മ്യൂസിക് ഉണ്ടാക്കാൻ സഹകരിക്കാൻ പറ്റിയത് വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഗുഡ്നസ് ടി വി ശ്രോതാക്കളും കാഴ്ചക്കാരും പിന്നെ കേൾവിക്കാരും എന്നെ വളരെ സ്നേഹത്തോടു കൂടി കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ഞാൻ ഇനിയും സജീവമായിട്ട് ഗുഡ്നസ് ടി വിയിൽ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ താങ്ക്സ് ആൻഡ് നമസ്കാരം.